أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بآيات الله فإن الله سريع الحساب. فإن حاجوك فقل أسلمت وجهي لله ومن اتبعني وقل للذين أوتوا الكتاب والأميين أأسلمتم فإن أسلموا فقد اهتدوا وإن تولوا فإنما عليك البلاغ والله بصير بالعباد. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ചെളിക്കുണ്ടിൽ ആഴ്ന്നിറങ്ങിയിരുന്ന കേരള മുസ്ലിങ്ങളുടെ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രം നിഷ്പക്ഷരായ പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. വിശ്വാസപരമായി അങ്ങേയറ്റം വഴിപിഴയ്ക്കുകയും കർമ്മങ്ങളിൽ നിന്നും അകലേക്ക് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്ന ആ സമൂഹത്തെ ഏകദൈവാരാധനയുടെ നൂലിൽ ഒരുമിപ്പിക്കാനും വിശ്വാസത്തിന്റെ ഉന്നതിയിലേക്കും കർമ്മങ്ങളുടെ പവിത്രതയിലേക്കും കൈപിടിച്ചുയർത്തിയതും മുജാഹിദ് പ്രസ്ഥാനമാണ്. വിശ്വാസം നന്നാകാതെ കർമ്മങ്ങൾ കൊണ്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയ മുൻകാല മുജാഹിദ് പണ്ഡിതന്മാർ വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും സമുദായത്തെ രക്ഷിക്കാനാണ് ആദ്യമായി പരിശ്രമിച്ചത്. ആരാധനയുടെ വിവിധ രൂപങ്ങളായ പ്രാർത്ഥനയും നേർച്ചയും ബലിയുമെല്ലാം മഹാന്മാരുടെ പേരിൽ അർപ്പിച്ചിരുന്ന ഒരു ജനതയോട് അതെല്ലാം സൃഷ്ടാവിലേക്ക് തിരിച്ചുവിടണമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം മുഖ്യമായും പ്രബോധനം ചെയ്തത്. എന്നാൽ ആരാധനാ കർമ്മങ്ങൾ സൃഷ്ടികളിലേക്കും മഖ്ബറുകളിലേക്കും തിരിച്ചുവിടുക വഴി സാമ്പത്തിക നേട്ടവും സ്ഥാനമാനങ്ങളും വാരിക്കൂട്ടിയിരുന്ന ഇരുട്ടിന്റെ ആത്മാക്കളായ പുരോഹിതന്മാർ അടങ്ങിയിരുന്നില്ല. ആക്രമിച്ചും തെറിവിളിച്ചും ഒറ്റപ്പെടുത്തിയും മുജാഹിദ് പണ്ഡിതന്മാരെ അവർ നിരന്തരം വേട്ടയാടി. പക്ഷേ തൗഹീദി പ്രചരണം കൂടുതൽ ശക്തിപ്പെടുകയായിരുന്നു. ആശയത്തെ അക്രമം കൊണ്ട് തകർക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ പൗരോഹിത്യം മുജാഹിദ് പ്രസ്ഥാനത്തെ ആശയം കൊണ്ട് തന്നെ കീഴടക്കാമെന്ന് വ്യാമോഹിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മുജാഹിദ് പണ്ഡിതന്മാരും ഖുറാഫി പുരോഹിതന്മാരും തമ്മിൽ ആശയപരമായി ഏറ്റുമുട്ടി. പക്ഷേ മഹാന്മാരോടും പുണ്യപുരുഷന്മാരോടും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നെങ്കിലും അത് മുജാഹിദ് പണ്ഡിതന്മാരുടെ മുമ്പിൽ പരസ്യമായി തുറന്നു പറയാൻ അക്കാലത്ത് പുരോഹിതന്മാർ ഭയപ്പെട്ടിരുന്നു. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുറാനിൽ നിന്നും ഒരു ആയത്ത് ഉദ്ധരിക്കാമോ എന്ന മുജാഹിദ് പണ്ഡിതന്മാരുടെ ചോദ്യത്തിന് ഒരു മറുപടിയും പറയാതെ സമയം കളഞ്ഞ സംവാദങ്ങളും കേരളത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ചരിത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇസ്ലാമിക വിശ്വാസങ്ങളെ നടുറോട്ടിലിട്ട് ചവിട്ടിമതിക്കാൻ തണ്ടും തലയെടുപ്പും തൊലിക്കട്ടിയുമുള്ള ഏതാനും ആളുകൾ കേരള മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ തലപ്പത്ത് വന്നു. ആരാധനയുടെ മജ്ജയായ പ്രാർത്ഥന സൃഷ്ടികളോടും അർപ്പിക്കാമെന്ന് പൊതുവേദികളിൽ വെച്ച് ലജ്ജയില്ലാതെ വിളിച്ചു കൂവി. ആ വികലവാദം സ്ഥാപിക്കാൻ വിശുദ്ധ ഖുറാനിൽ നിന്നും ആയത്തുകൾ ഉദ്ധരിക്കാൻ തുടങ്ങി. പക്ഷേ ആ ആയത്തുകളൊന്നും വിഷയവുമായി ബന്ധമുള്ളതായിരുന്നില്ല എന്നത് മറ്റൊരു വൈരുദ്ധ്യം. പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ തുടങ്ങിയ സന്ദേശങ്ങൾ നൽകുന്ന ഖുറാൻ സൂക്തങ്ങൾ പോലും സൃഷ്ടാവിന് പുറമെയുള്ളവരോട് പ്രാർത്ഥിക്കാൻ പരലോക ബോധമില്ലാത്ത പുരോഹിതന്മാർ തെളിവാക്കി. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ശേഷം വന്ന പുരോഹിതന്മാർ ഈ വിഷയത്തിൽ കാടുകയറിയ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി. ആർക്കും എന്തും വിളിച്ചു പറയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. സൃഷ്ടാവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോടും ചോദിക്കാമെന്ന അങ്ങേയറ്റത്തെ ആപൽക്കരമായ വാദങ്ങളിലേക്ക് പുരോഹിതന്മാർ കൂപ്പുകുത്തി. പുരോഹിതന്മാരുടെ ഇത്തരം ഹീനമായ ജൽപ്പനങ്ങൾ കണ്ടും കേട്ടും മടുത്ത നിസ്വാർത്ഥരായ പണ്ഡിതന്മാരുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. ഇസ്ലാമിക പ്രമാണങ്ങൾ ഇത്തരം പുരോഹിതവർഗത്തിന്റെ പിഴച്ച വാദങ്ങൾക്കെതിരാണെന്ന് മനസ്സിലാക്കിയ അത്തരം പണ്ഡിതന്മാർ
തങ്ങൾ പഠിച്ചറിഞ്ഞ സത്യം സമൂഹത്തോട് തുറന്നു പറയാമെന്ന് തീരുമാനമെടുത്തു. അത് തുറന്നു പറയാൻ അവർ കണ്ടെത്തിയ വേദി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയായിരുന്നു. ഒറ്റയ്ക്കും കൂട്ടമായും സുന്നി പണ്ഡിതന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്നു. അവരിൽ ഒരാളായിരുന്നു ഈയിടെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന പണ്ഡിതനായ നൂറുദ്ദീൻ ലബ്ബ ദാരിമി. കാന്തപുരം വിഭാഗത്തിന്റേതടക്കം നിരവധി പണ്ഡിതന്മാരുടെ കീഴിൽ പഠനം നടത്തി സുന്നി സ്ഥാപനങ്ങളിൽ നിന്നും ബിരുദമെടുക്കുകയും ശേഷം വർഷങ്ങളോളം സുന്നി മഹല്ലുകളിൽ ഖത്തീബായും മുദ്രിസായും ജോലി ചെയ്ത് നിരവധി ശിഷ്യന്മാരുടെ ഉസ്താദായ നൂറുദ്ദീൻ ലബ്ബ ദാരിമിയുടെ മനംമാറ്റം കുറച്ചൊന്നുമല്ല അന്ധകാരത്തിന്റെ പൂജകന്മാർക്ക് തലവേദനയുണ്ടാക്കിയത്. തന്റെ മനംമാറ്റത്തിന്റെ കാരണവും കിതാബുകളിലൂടെ താൻ മനസ്സിലാക്കിയ സത്യങ്ങളും ആ വയോധികനായ പണ്ഡിതൻ സമൂഹത്തോട് തുറന്നു പറഞ്ഞപ്പോൾ അസത്യത്തിന്റെയും അധർമ്മത്തിന്റെയും കൂട്ടാളികളുടെ തലവേദന വർദ്ധിച്ചു. പ്രായത്തെ വകവയ്ക്കാതെ ലബ്ബ ദാരിമി തൗഹീദി പ്രഭാഷണങ്ങളുമായി ദൗത്യ നിർവഹണത്തിലേർപ്പെട്ടപ്പോൾ ശിർക്കിന്റെ പൂജകർക്ക് കലിയിളകി. എറണാകുളം ജില്ലയിലെ തോട്ടുമുഖം എന്ന സ്ഥലത്ത് ദാരിമി നടത്തിയ ഒരു പ്രഭാഷണം അടിസ്ഥാനമാക്കി അദ്ദേഹവുമായി ഒരു ചർച്ച സംഘടിപ്പിക്കുവാൻ കാരന്തൂരി പണ്ഡിതന്മാർ മുന്നോട്ടു വന്നു. തന്റെ വാദങ്ങൾക്ക് പ്രമാണങ്ങളുടെ പിൻബലമുണ്ടെന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന ദാരിമി യാതൊരു സങ്കോചവുമില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറായി. അങ്ങനെയാണ് ആലുവ YMCA ഹാളിൽ ഒരു ചർച്ച നടന്നത്. ലബ്ബ ദാരിമിയുടെ പ്രഭാഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയായതുകൊണ്ട് പുരോഹിതന്മാർ ചോദ്യം ചോദിക്കുകയും ദാരിമി മറുപടി പറയുകയും ചെയ്യുക എന്നതായിരുന്നു വ്യവസ്ഥ. സ്രഷ്ടാവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോടും ചോദിക്കാമെന്ന് വാദിക്കുന്ന രീതിയിലേക്ക് ഈ സമൂഹത്തെ വിശ്വാസപരമായി വ്യതിചലിപ്പിച്ച പുരോഹിതന്മാരുടെ വ്യതിയാന വീക്ഷണങ്ങളെ ദാരിമി തന്റെ വിഷയാവതരണത്തിലൂടെ തുറന്നുകാട്ടി. പുരോഹിതന്മാർക്കും ഈ വിഷയത്തിലുള്ള അഭിപ്രായ വൈരുദ്ധ്യങ്ങളും അവയുടെ പൊള്ളത്തരങ്ങളും സരളവും ലളിതവുമായ ഭാഷയിൽ അദ്ദേഹം തന്റെ വിഷയാവതരണത്തിലൂടെ വിവരിക്കുമ്പോൾ അത് സത്യാന്വേഷികളുടെ കണ്ണ് തുറപ്പിക്കുന്നതായിരുന്നു. ചോദ്യോത്തരവേളയിൽ പുരോഹിതന്മാർ ഉന്നയിച്ച തെളിവ് വിഷയവുമായി യാതൊരു ബന്ധവും ഉള്ളതായിരുന്നില്ല. സ്രഷ്ടാവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോടും ചോദിക്കാം എന്നതിന് അവർ ഉന്നയിച്ച റബീഅ സംഭവം തർക്കവിഷയത്തിന് തെളിവല്ല എന്ന് ദാരിമി സമർത്ഥിച്ചു. ലോകത്ത് കഴിഞ്ഞുപോയ പ്രാമാണികനായ ഒരു പണ്ഡിതനും തർക്കത്തിലിരിക്കുന്ന സഹായാർത്ഥനയ്ക്ക് തെളിവായി ഉദ്ധരിക്കാത്ത ഒരു സംഭവം തെളിവായി ഉദ്ധരിക്കുന്നതിലൂടെ തങ്ങളുടെ വാദത്തിന്റെ തെളിവില്ലായ്മ പുരോഹിതന്മാർ സദസ്സിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. മഹാനായ റബീഅ തങ്ങൾ നബിയോട് സ്വർഗം ചോദിച്ചുവെന്നും നബി അത് അംഗീകരിച്ചുവെന്നും അതുകൊണ്ട് സൃഷ്ടാവിനോട് ചോദിക്കുന്ന എന്ത് കാര്യവും സൃഷ്ടികളോടും ചോദിക്കാം എന്നതായിരുന്നു പുരോഹിതന്മാരുടെ വാദം. എന്നാൽ തിരുനബി തന്റെ കരളിന്റെ കഷണമെന്ന് വിശേഷിപ്പിച്ച മകൾ ഫാത്തിമയോട് പോലും പറഞ്ഞത് നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ തന്നെ കാക്കണമെന്നല്ലേ എന്ന ദാരിമിയുടെ ചോദ്യം അസന്യമാരുടെ സകല വാദങ്ങളുടെയും മുനയൊടിക്കുന്നതായിരുന്നു. തങ്ങളുടെ വാദത്തിന് തെളിവുദ്ധരിക്കാൻ കഴിയാതെ നൂറുദ്ദീൻ ലബ്ബ ദാരിമിയെ കൊച്ചാക്കിയും പരിഹസിച്ചും സ്വയം പെരുമ നടിച്ചും അക്സനിമാർ അഹങ്കാരത്തിന്റെ കുടിമുടിയിൽ കയറി നിന്ന് വീരവാദം മുഴക്കുന്നത് ഈ CD കാണുന്നവർക്ക് ബോധ്യമാകും. എന്നാൽ തന്റെ പ്രായത്തെ പോലും മാനിക്കാതെ തന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടും മാന്യത കൈവടിയാതെ ലബ്ബ ദാരിമി ശ്രോതാക്കളുടെ ആദരവ് പിടിച്ചുപറ്റി. പരിഹാസവും പൊങ്ങച്ചവും കുത്തുവാക്കുകളും മാത്രം കൈമുതലാക്കിയ അക്സനിമാരുടെ സംസ്കാര ശൂന്യതയും വയോധികനായ ഒരു പണ്ഡിതനോട് കാണിക്കുന്ന പെരുമാറ്റത്തിന്റെ രീതിയും ഈ CD കാണുന്ന ആർക്കും ബോധ്യമാകും. എന്നാൽ യാതൊരു പ്രകോപനത്തിനും വശമതനാകാതെ തന്റെ ശ്രോതാക്കളോട് മാന്യത പുലർത്തിയ ദാരിമിയുടെ പക്വപരമായ അവതരണം ആരിലും മതിപ്പുണ്ടാകും. ഇതൊരു ആശയപരമായ ചർച്ചയാണ്. സത്യവും അസത്യവും തമ്മിലുള്ള ചർച്ച, പ്രമാണവും പുരോഹിതന്മാരും തമ്മിലുള്ള ചർച്ച, ദീനി സ്നേഹികളും ദുനിയാവിന്റെ സേവകരും തമ്മിലുള്ള ചർച്ച, സർവോപരി തൗഹീദിന്റെ പ്രബോധകരും ശിർക്കിന്റെ പൂജകരും തമ്മിലുള്ള ചർച്ച. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തവർ പരിഹാസങ്ങളും പ്രഹസനങ്ങളും നടത്തുക സ്വാഭാവികമാണ്. എക്കാലഘട്ടത്തിലുമുള്ള അന്ധകാരത്തിന്റെ അനുചരന്മാർ അവലംബിച്ച രീതിയാണത്. ആ ഒരു രീതി ഈ ചർച്ചയിലും ഖബർ പൂജകന്മാർ കടമെടുത്തിട്ടുണ്ട്. ഈ ചർച്ച പൂർണ്ണമായും കാണുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. അതുകൊണ്ട്
മുൻധാരണകൾ മാറ്റിവെച്ച് സത്യം തിരിച്ചറിഞ്ഞാൽ സ്വീകരിക്കണമെന്ന നല്ല മനസ്സോടെയും പ്രാർത്ഥനയോടെയും നിങ്ങൾ ഈ ചർച്ച സശ്രദ്ധം വീക്ഷിക്കുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, വളരെ പ്രസക്തമായ ഒരു ചർച്ച ഇവിടെ നടക്കുകയാണ്. അത് ആരോഗ്യപരമായി നടക്കണമെങ്കിൽ ഇരുഭാഗവും ഇതിൽ ഭംഗിയായി സഹകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ സൈലൻ്റ് ആക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. അതല്ലെങ്കിൽ അത് ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഞാൻ ഈ കരാറിൻ്റെ ഒരു ഭാഗം വായിക്കുകയാണ്. ഒരു ഭാഗം മറുവശത്തുള്ള മധ്യസ്ഥനായിരിക്കും വായിക്കുന്നത്. തോട്ടുമുഖത്ത് വെച്ച് 14/10/2009 നൂറുദ്ദീൻ ലബ്ബാദാരിമിയുടെ പ്രസംഗത്തിൽ നിന്നുണ്ടായ സംശയങ്ങൾ അദ്ദേഹത്തോട് പ്രമാണബദ്ധമായി ചോദിക്കാനുള്ള ഒരു വേദിക്കായി സംഘടിപ്പിക്കപ്പെട്ട വ്യവസ്ഥയിലെ തീരുമാനങ്ങൾ. വിഷയം: ലബ്ബാദാരിമിയുടെ പ്രസംഗത്തിലെ ഏത് പരാമർശവും ചോദ്യവിഷയമാക്കാം. ഒരാൾക്ക് അയാളുടെ സംശയം തീരുവോളം ചോദിക്കാം. സമയം: ചോദ്യം 2 മിനിറ്റും ഉത്തരം 5 മിനിറ്റും കൂടരുത്. രാവിലെ 9 മണി മുതൽ പരിപാടി ആരംഭിക്കേണ്ടതാണ്. അരമണിക്കൂർ ലബ്ബാദാരിമി വിഷയം അവതരിപ്പിക്കും. ശേഷം 5 മിനിറ്റ് ചോദ്യകർത്താക്കളിൽ ഒരാൾ വിശദീകരണം നൽകാം. ശേഷം ചോദ്യോത്തര സെഷൻ ആരംഭിക്കും. ചോദ്യോത്തര സെഷൻ 3 മണിക്കൂർ നീണ്ടു നിൽക്കും. ചോദ്യങ്ങൾ: പ്രസംഗത്തിലെ പരാമർശങ്ങളിൽ നിന്ന് ഉണ്ടായ ഏത് വിഷയവും ചോദിക്കാം. ചോദ്യകർത്താക്കൾ സുന്നി പക്ഷത്ത് സന്നിഹിതരായ 10 പേരിൽ ആരുമാകാം. ഒരു വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത വിഷയം ആരംഭിക്കാവൂ. മറുപടി: ഖുർആൻ, സഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നിവയായിരിക്കും പ്രമാണങ്ങൾ. ലബ്ബാദാരിമി മുജാഹിദ് പക്ഷത്ത് മറുപടി നൽകേണ്ടത് ലബ്ബാദാരിമി മാത്രമായിരിക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹി ബിയദി. വളരെ പ്രസക്തമായ ഒരു ചർച്ചയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇസ്ലാമിക വിഷയത്തിലുള്ള മുജാഹിദ് സുന്നി സംഘടനകൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു സൗഹൃദ ചർച്ചയാണിത്. ഈ ചർച്ചയിൽ സന്നിഹിതരായ എല്ലാവരെയും ഈ സദസ്സിൻ്റെ സമ്പൂർണമായ മാന്യത നിലനിർത്തുമാർ എല്ലാവരും സഹകരിക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ ചർച്ചയിൽ 2 പക്ഷത്തു നിന്നും ഒരു പക്ഷത്ത് ചോദ്യവും മറുപക്ഷത്തു നിന്ന് മറുപടിയും പറയുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് ഈ സംവാദത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് സദസ്സ് സശ്രദ്ധം വീക്ഷിക്കുകയും ഉത്തരം പറയുന്നത് വീക്ഷിക്കുകയും ചെയ്യുക. അതോടൊപ്പം ഈ വിഷയത്തിൽ നിന്ന് സത്യസന്ധമായി ഇസ്ലാമിക ആശയാദർശങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു വേദിയായി കൂടി ഇതിനെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇവിടെ സുന്നി മുജാഹിദ് പക്ഷത്ത് നിന്ന് 2 മധ്യസ്ഥന്മാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംവാദത്തിൻ്റെ ആദ്യാന്തം നിയന്ത്രിക്കുന്നത് ഏത് വിഷയത്തിലും ഈ മധ്യസ്ഥന്മാർ മാത്രമായിരിക്കും. സംഘാടകരോ അല്ലെങ്കിൽ സദസ്സിലോ സ്റ്റേജിലോ ഇരിക്കുന്ന ആരുമായിരിക്കില്ല നിയന്ത്രിക്കുന്നതെന്ന് ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. പൂർണ്ണമായും മധ്യസ്ഥന്മാരുടെ തീരുമാനങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഇവിടെ വായിച്ച വ്യവസ്ഥയുടെ അടുത്ത ഭാഗം ഞാൻ വായിക്കുകയാണ്. മറ്റു നിബന്ധനകൾ: ഈ ചർച്ച അനൗദ്യോഗികമായിരിക്കും.
ഇരുവിഭാഗത്തു നിന്നും വേദിയിൽ 10 വീതവും സദസ്സിൽ 15 വീതവും പങ്കെടുക്കും. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് സംവിധാനം ഇരുവിഭാഗത്തിനും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇരുവിഭാഗത്തു നിന്നും ഓരോ മധ്യസ്ഥന്മാർ വീതമുണ്ടായിരിക്കും. 2009 നവംബർ 30 ഈ പരിപാടി നടക്കുക. വളണ്ടിയർമാരായി ഇരുവിഭാഗത്തു നിന്നും 5 പേർ വീതമുണ്ടായിരിക്കും. മേൽ സൂചിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനി നടക്കേണ്ടത് വിഷയാവതരണമാണ്. അതുകൊണ്ട് ഇവിടെ വ്യവസ്ഥയിൽ ആദ്യം പറഞ്ഞതുപോലെ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലബ്ബ മൗലവിയുടെ വിഷയാവതരണമാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം വിഷയം അവതരിപ്പിച്ച് ആമുഖ പ്രസംഗം നടത്താൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على من أرسله الله وعلى آله وأصحابه الفائزين برضا الله. ആദരണീയരായ വിശ്വാസികളെ, 14/10/2009 തോട്ടുമുഖം കീരങ്ങുന്ന് എന്ന സ്ഥലത്ത് ഈയുള്ളവൻ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ആ പ്രഭാഷണം തീരുന്ന വേളയിൽ എനിക്കൊരു കത്ത് ലഭിക്കുകയുണ്ടായി. ആ കത്തിൽ താങ്കൾ ഇവിടെ പ്രതിപാദിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു സംവാദ രൂപത്തിൽ ഒരു ചർച്ച അനുവദിക്കാമോ എന്നായിരുന്നു. ഞാനതിന് 1000 വട്ടം തയ്യാറാണ് എന്നത് അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ വീട്ടിൽ വരികയും ഈ വിഷയ സംബന്ധമായി വീണ്ടും എന്നോട് ആവശ്യപ്പെടുകയും വീണ്ടും ഞാൻ തയ്യാറാണ് എന്ന് അറിയിച്ചതനുസരിച്ച് കഴിഞ്ഞ 5-ാം തീയതി YMCAയിൽ കൂടിയ ഒരു ചർച്ചയിൽ ഒരു വ്യവസ്ഥ തയ്യാറാക്കുകയുണ്ടായി. ആ വ്യവസ്ഥയിൽ പറഞ്ഞ കാര്യങ്ങളാണ് നേരത്തെ വായിച്ചത്. യഥാർത്ഥത്തിൽ എന്താണ് അവർക്കുള്ള സംശയമെന്ന് എനിക്കിതുവരെയും വ്യക്തമായിട്ടില്ലെങ്കിലും വീട്ടിൽ വന്നവർ പറഞ്ഞത് ഇസ്തിഗാസ ഷിർക്കാണ്, കുഫറാണ്, വലാലത്താണ് എന്ന് പറയുകയുണ്ടായല്ലോ. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് എന്നോട് അവർ ഉണർത്തിയത്. വ്യവസ്ഥ തയ്യാറാക്കുന്ന വേളയിലും അത് തന്നെയായിരുന്നു ചർച്ച. എന്നാൽ ഇസ്തിഗാസ എന്ന വിഷയം സംഘടനാ തലത്തിലുള്ള ഒരൗദ്യോഗിക ചർച്ച അല്ലെങ്കിൽ സംവാദം, അതിന് സംഘടനകൾ തമ്മിൽ പരസ്പരം ഒരു ധാരണയിൽ എത്തണമെന്ന് ഞാൻ പറഞ്ഞതനുസരിച്ച്, എന്നാൽ ഞാൻ വ്യക്തിപരമായി അതുമായി സഹകരിക്കാം. എൻ്റെ വിഷയത്തിന്റെ പ്രസംഗത്തെ സംബന്ധിച്ചുള്ള സംശയ നിവാരണമാണല്ലോ, അത് ഞാൻ മാത്രം മതി എന്ന് പറയുകയും അതനുസരിച്ചാണ് 10 പണ്ഡിതന്മാർ എന്നോട് ചോദിക്കുകയും അതിന് ഞാൻ എൻ്റെ പ്രസംഗത്തെ സംബന്ധിച്ച് മറുപടി പറയുകയും ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ഞാൻ ആ വിഷയത്തിൽ അഥവാ പ്രസംഗത്തിൽ പ്രതിപാദിച്ച വിഷയം ഞാൻ ഒന്ന് ചുരുങ്ങിയ രൂപത്തിൽ വിവരിക്കുകയാണ്. പ്രധാനമായും അവർക്ക് സംശയമുണ്ടായതുപോലെ തന്നെ ഇസ്തിഗാസ തന്നെയായിരുന്നു ഞാനിവിടെ വിവരിച്ചത്. നമ്മുടെ സമുദായത്തിൽ ഇന്നുണ്ടായിട്ടുള്ള ഒരു പുതിയ ഇസ്തിഗാസയുടെ രീതി എന്താണ്? ആ ഇസ്തിഗാസ അല്ലാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാം. 8 പതിറ്റാണ്ട് കാലമായി ഈ വിഷയം സുന്നി മുജാഹിദ് വേദികളിൽ തർക്കത്തിലിരിക്കുന്നു. ഒരു കാര്യം ഇടയിൽ ഉണർത്തട്ടെ, ഇതൊരു സുന്നി മുജാഹിദ് സംവാദമല്ല. വ്യവസ്ഥ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദ്യമേ തന്നെ മറുപക്ഷത്തെ മധ്യസ്ഥൻ വ്യവസ്ഥ ലംഘിച്ചു എന്നതാണ് എനിക്ക് നിങ്ങളെ ഉണർത്താനുള്ളത്. സുന്നി പക്ഷത്തു നിന്നും മുജാഹിദ് പക്ഷത്തു നിന്നും എന്ന് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ട്.
ഇതൊരു സുന്നി മുജാഹിദ് സംവാദമല്ലെന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഞാൻ ഉണർത്തുകയാണ്. ഇത് കുറെ പണ്ഡിതന്മാർ നാട്ടിലുള്ള ആളുകൾക്ക് എന്നോട് സംശയ നിവാരണം നടത്തി അവർക്കുള്ള സംശയങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ കുറെ പണ്ഡിതന്മാരെ സഹായത്തിന് വിളിച്ച് അവർ എന്നോട് ചോദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ മുസ്ലിയാക്കന്മാരും മേൽ പറഞ്ഞതുപോലെ രബ്ബദാലിമീൻ തമ്മിലുള്ള ഒരു ചർച്ചയാണിതെന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകം ഉണർത്തുകയാണ്. അപ്പൊ എന്തായിരുന്നു ഞാൻ അവിടെ പ്രതിപാദിച്ച എൻ്റെ വിമർശനം? സമുദായത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പുതിയ ഇസ്തിഗാസയുടെ രീതിയാണ്. അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാം, അഥവാ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാം. എന്തൊക്കെ സഹായമാണ് അവരോട് ചോദിക്കുക? അതാർക്കും അറിയില്ല. ആരോട് ചോദിച്ചാലും എന്ത് സഹായമാണ് മരിച്ചുപോയവരോട് ചോദിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരാൾക്കും മറുപടി പറയാൻ കഴിയുന്നില്ല. എന്താണ് ഇവിടെ ചർച്ചയിൽ? 8 പതിറ്റാണ്ട് കാലമായല്ലോ ഇസ്തിഗാസ ചർച്ച ഇവിടെ നടക്കുന്നു. എന്താണ് ആ ഇസ്തിഗാസ? ഇവിടെ ചർച്ചയിലിരിക്കുന്ന ഇസ്തിഗാസ എന്താണ്? ഞാൻ പലവട്ടം പല പണ്ഡിതന്മാരുമായി ചർച്ച നടത്തി. വേദിയിലിരിക്കുന്ന റഷീദ് സഖാഫി ഏലംകുളവുമായും ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് ചർച്ച നടത്തിയിരുന്നു. ഈ വിഷയം എങ്ങനെയെങ്കിലും പരിഹരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഈ ഇസ്തിഗാസ? പണ്ഡിതന്മാർ, പ്രാമാണികരായ പണ്ഡിതന്മാർ ആരെങ്കിലും ഈ ഇസ്തിഗാസയെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടോ, നിർവചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ നിർവചനത്തിന്റെ ആവശ്യം? ഇസ്തിഗാസയുമായി ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ആളുകളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ആ ഇസ്തിഗാസ എന്നൊരു ഇംതിയാസ്, ഒരു വേർതിരിവ് നമുക്ക് ആവശ്യമല്ലേ? അതുകൊണ്ട് എന്താണ് ഇസ്തിഗാസ എന്ന് ഞാൻ ഒരുപാട് പണ്ഡിതന്മാരോട് ചോദിക്കുകയുണ്ടായി. ഒരാൾക്കും എന്താണ് ഇസ്തിഗാസ എന്ന് കൃത്യമായി നിർവചിക്കാൻ കഴിയാതെ വന്നു. അതുകൊണ്ട് തന്നെ സമുദായത്തിൽ ഇസ്തിഗാസയുടെ പേരിൽ നടക്കുന്ന സഹായ അഭ്യർത്ഥനകൾ എന്തൊക്കെയാണ്? അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് എന്തും ചോദിക്കാമെന്നൊരവസ്ഥയാണ്. അപ്പോൾ എന്തും ചോദിക്കാമെന്ന് വരുമ്പോൾ നാം സാധാരണ റബ്ബിനോട് മാത്രം, റബ്ബിൽ നിന്ന് മാത്രം ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. റബ്ബിൽ നിന്ന് മാത്രമേ അത് ലഭിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും ഈ മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാമോ? ചോദിക്കാമെന്ന് തന്നെയാണ് അവർ പ്രസംഗിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. സംവാദവേളകളിലും പുസ്തകങ്ങളിലും ഒക്കെ തന്നെ അത് തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. എന്തു വേണമെങ്കിലും ചോദിക്കാം. അപ്പോ സ്വർഗം ചോദിക്കാമോ? ഹിദായത്ത് ചോദിക്കാമോ? ആഫിയത്ത് ചോദിക്കാമോ? അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് മോചനം ചോദിക്കാമോ? പാപമോചനം ചോദിക്കാമോ? ഇതെല്ലാം ചോദിക്കാമെന്ന് വാദിക്കുകയും അതിനൊക്കെ ഖുർആനിൽ നിന്ന് ആയത്ത് ഉദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വാദിക്കുക മാത്രമല്ല, ഖുർആനിൽ നിന്ന് അതിന് തെളിവുദ്ധരിക്കുകയും ചെയ്യുക. അള്ളാഹുവേ എനിക്ക് മാപ്പ് നൽകണമേ, അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകൾ നാം അങ്ങനെ റബ്ബിനോട് പറയാറുണ്ട്. അതേപോലെ തന്നെ മരിച്ചുപോയ മഹാത്മാക്കളോടും പറയാമെന്നാണ്. ഏതെങ്കിലും ഖബറിന്റെ അടുക്കൽ ചെന്ന് നിന്ന് മഹാനെന്ന് വിശ്വസിക്കുന്ന ആ ഖബറാളിയോട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, എനിക്ക് ഹിദായത്ത് നൽകണമേ, എനിക്ക് സ്വർഗം നൽകണമേ, ആഫിയത്ത് നൽകണമേ, ഇങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് മാത്രമല്ല, അങ്ങനെ ചോദിച്ചാൽ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയും. നാം എന്താണോ ചോദിക്കുന്നത് അത് അവർ ഉത്തരം ചെയ്യും എന്ന് തന്നെയാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അള്ളാഹുവിനോട് ചോദിക്കാതെ തന്നെ മഹാത്മാക്കളോട് ചോദിക്കാം. മഹാത്മാക്കളോട് ചോദിക്കാമെന്ന് മാത്രമല്ല, മഹാത്മാക്കളോട് ചോദിക്കലാണ് കുറെ കൂടി നല്ലത്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ദുന്യവിയും ഉഖറവിയുമായ മുഴുവൻ കാര്യങ്ങളും മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാം എന്ന് മാത്രമല്ല, അത് അവരോട് ചോദിക്കലാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ ഉത്തമമെന്ന് പോലും നമ്മെ ചിന്തിപ്പിക്കുന്ന ഒട്ടനവധി പ്രസ്താവനകളും വരികളും പ്രഭാഷണങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. എന്നാൽ അവരോട് നമ്മൾ ചോദിക്കുന്നു, ഇങ്ങനൊരു ഇസ്തിഗാസ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? പല ആയത്തുകളും, പക്ഷേ ആ ആയത്തുകളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇസ്തിഗാസ നമുക്ക് കാണാനില്ല. ഈ അടുത്ത ദിവസം വന്ന് എനിക്ക് മറുപടി എന്നോണം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പ്രസംഗിച്ചു. അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് അങ്ങനെ ഒരു ഇസ്തിഗാസ നടത്തിയിട്ടില്ല എന്ന്.
അള്ളാഹുവിന്റെ റസൂലിന് അങ്ങനെ ഇസ്തിഗാസ നടത്താൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. കാരണം അങ്ങനെ റസൂലുള്ളാഹിക്ക് സൃഷ്ടിയോട് സഹായം ചോദിക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? അള്ളാഹുവിന്റെ റസൂലല്ലേ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ. അതുകൊണ്ട് റസൂലുള്ളാഹിനേക്കാൾ ശ്രേഷ്ഠരായ ഒരു ആളോട്, ഒരു മഹാനോട് ചോദിക്കാനില്ലാത്തത് കൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ആയത്തോതുമ്പോൾ ഈ ആയത്തോതിക്കൊണ്ട് റസൂലുള്ളാഹി അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം ചോദിച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം കണ്ടനിറയിൽ പേരോട് പ്രസംഗിച്ചപ്പോൾ അവിടെയും അദ്ദേഹം പറഞ്ഞു റസൂലുള്ളാഹിനോട് അങ്ങനെ ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇബ്നു തൈമിയയുടെയും ഉമർ മൗലവിയുടെയും ഒക്കെ പുസ്തകം പരിഭാഷ വായിച്ചുകൊണ്ട്, കിതാബ് വായിച്ചിട്ട് ഇൽമ ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കാൻ റസൂലുള്ളാഹിനോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇൽമ ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിനാ എന്നുള്ള ആയത്ത് അതിനെ തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. നമുക്കറിയാനുള്ളത് എന്നാൽ ഇൽമ മാത്രമാണോ ചോദിക്കാവൂ? റസൂലുള്ളാഹി ചോദിച്ചത് അതാണ്. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൽമ മാത്രം ചോദിക്കാം, വേറെ ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് നമുക്കൊന്ന് സമ്മതിക്കാൻ പറ്റുമോ? നമ്മുടെ ഈ വേദി അത്തരം ഒരു നമുക്ക് ഉപകരിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം അങ്ങനെയെങ്കിലും സമ്മതിച്ചു കിട്ടിയാൽ, അഥവാ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിന്റെ അർത്ഥം അവരെ ദുആ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് വേണ്ടി എന്നെങ്കിലും ഒന്ന് സമ്മതിച്ച് കിട്ടുകയാണെങ്കിൽ പിന്നെ ആ വിഷയം ചർച്ച ചെയ്താൽ മതിയല്ലോ. നമുക്ക് ആ വിഷയം ഒരു വ്യവസ്ഥ തയ്യാറാക്കി അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു സംവാദം നടത്താം. പക്ഷേ സമ്മതിക്കൂല, എന്തും ചോദിക്കാമെന്നാണ് വാദിച്ചിരിക്കുന്നത്. ഹിദായത്ത് അവർ തരും, അവർ നേരിട്ട് തരും, അവർക്കതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അവർ ദുആ ചെയ്യുക എന്നതാണോ? ജീവിച്ചിരിക്കുന്ന ഒരാളോട് ദുആ ചെയ്യാൻ പറയുന്നത് പോലെ മരിച്ചുപോയ ഒരാളോട് ദുആ ചെയ്യാൻ പറയുക എന്നത് മാത്രമാണോ ഇതിലുള്ള നമ്മുടെ വിഷയം ഈ ഇസ്തിഗാസ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാളോട് ദുആ ചെയ്യാൻ പറയുന്നത് പോലെ മരിച്ചുപോയ ഒരാളോട് ദുആ ചെയ്യാൻ പറയാൻ പറ്റുമോ എന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെയല്ല, അതിന് പ്രത്യേകമായ ഒരു വേദി നമുക്ക് സംഘടിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആ വിഷയത്തെ സംബന്ധിച്ച് നല്ലൊരു വിശകലനം നടത്താം. പക്ഷെ അത് മാത്രമാണെന്ന് സമ്മതിക്കൂ? ഇല്ല, എന്തും ചോദിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ അവസരത്തിനൊത്ത് ഈ വിഷയത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ആശയപ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളോടുള്ള ഇസ്തിഗാസ അതെന്താണ് എന്ന് ഇവിടെ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ പ്രസംഗിച്ച വിഷയത്തിലെ ഏത് വിഷയവും നിങ്ങൾക്ക് ചോദിക്കാം. അഥവാ എന്റെ പ്രസംഗം, തോട്ടുമുഖത്ത് നടന്ന പ്രസംഗം, അതാണ് ഇവിടുത്തെ ചർച്ചയുടെ വിഷയം. സംവാദമല്ല, ചർച്ചയുടെ വിഷയം എന്റെ പ്രസംഗമാണ്. ഞാൻ പ്രസംഗിച്ചപ്പോൾ അത് തുടങ്ങുന്നത് മുതൽക്ക് അവസാനം വരെ, എന്റെ പ്രസംഗം തീരുന്നത് വരെ എന്തൊക്കെ വിഷയങ്ങളാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്തത്, വിഷയമായി എടുത്തത്, അതൊക്കെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഉണർത്തുകയാണ്, ഈ ചർച്ച അല്ലെങ്കിൽ ഇവിടെ ഈ ചോദ്യോത്തര വേള സംഘടിപ്പിക്കാനുള്ള കാരണം പ്രധാനമായും ആ പ്രസംഗത്തിലെ ഇവിടെ ചുരുങ്ങിയ ആളുകൾക്ക് മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് എന്നോട് ചോദിച്ചറിയാനാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ അവർ ആവശ്യപ്പെട്ടത് ഞാൻ മാത്രമേ മറുപടി പറയാവൂ എന്ന്. ഞാൻ മാത്രമേ ഇൻഷാ അല്ലാഹ് മറുപടി പറയുകയുള്ളൂ. നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ പ്രസംഗത്തിൽ പരാമർശിച്ച വിഷയം അത് ഏതാണ് എങ്കിൽ അത് ആദ്യം നിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ ഇന്ന സംശയമുണ്ട് എന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പക്ഷേ പ്രസംഗത്തിൽ നിന്ന് പുറത്തു ചാടി ചോദിച്ചാൽ അതിന് ഇൻഷാ അല്ലാഹ് വേറെ വേദി ഉണ്ടാക്കണം. അതേസമയം പ്രസംഗത്തിൽ നിന്നായിരിക്കണം ചോദിക്കേണ്ടത്. പ്രസംഗത്തിലെ പരാമർശം ആദ്യമായി ഉദ്ധരിച്ചുകൊണ്ട് ഈ പരാമർശം നിങ്ങൾ നടത്തിയതാണ്, ഇതിന്റെ ആശയം എന്താണ് എന്ന് ചോദിക്കുക. ചോദിച്ചറിയാനാണല്ലോ നാം ഇവിടെ കൂടിയിരിക്കുന്നത്, സംവാദം നടത്താനല്ല. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ പ്രസംഗിച്ച വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ മറുപടി പറയുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ചർച്ച ഇത് ഉപകരിക്കണം. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന
ഇസ്തിഹാസ എന്ന കടുത്ത വലാലത്ത് അത് ഈ സമുദായത്തിൽ നിന്ന് ദൂരീകരിക്കണം. വിശ്വാസികളെ അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചുവിടണം. ആളുകൾ അള്ളാഹുവേ എന്നെ സഹായിക്കണേ, എന്നെ രക്ഷിക്കണേ, എനിക്ക് ഹിദായത്ത് നൽകണേ, എനിക്ക് പുറത്തു തരണമേ, എനിക്ക് സ്വർഗം നൽകണമേ, എന്നെ നീ കാക്കണമേ തമ്പുരാനെ, എനിക്ക് സുഖം നൽകണമേ എന്നൊക്കെ റബ്ബിനോട് ആത്മാർത്ഥമായി ചോദിച്ചിരുന്ന ആ മുസ്ലിമീങ്ങളെ അതേ അവസ്ഥയിലേക്ക് തന്നെ മടക്കണം. അതാണ് ഇവിടെ നമ്മുടെ ഈ ചർച്ചയുടെ അല്ലെങ്കിൽ ഈ ചോദ്യോത്തര വേളയുടെ ലക്ഷ്യം എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം. എന്റെ വിഷയത്തിലെ, എന്റെ പ്രസംഗത്തിലെ ഏത് പരാമർശവും നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ ഈ സമുദായത്തെ ഈ വലാലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് വളരെ ആത്മാർത്ഥമായി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു നിലപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം എന്ന് കാണിക്കുന്ന ഒരായത്ത് ഉദ്ധരിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ, ഞാൻ ഇവരോട് പറയല്ല, ആർക്കെങ്കിലും ഈ സമുദായത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന് സാധിക്കുമെങ്കിൽ നമുക്കത് സമ്മതിക്കാം. മരിച്ചുപോയ മഹാത്മാക്കളോട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഉദൂനി അസ്തജീബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നോട് പ്രാർത്ഥിക്കുക എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. അതുപോലെ നിങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്ക്, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്നോട് ചോദിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, നിങ്ങൾക്ക് അത് എന്നോട് ചോദിക്കുന്നതിനേക്കാൾ എളുപ്പമാണ്, നല്ലതാണ്, പുണ്യമാണ് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിച്ചു കൊള്ളുക, എന്ത് വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക, എന്നോട് ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹിന്റെ റസൂല്? അതും നമുക്ക് ഉദ്ധരിക്കാം. അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ എന്നോട് നിങ്ങൾ സഹായം ചോദിച്ചു കൊള്ളുക, അല്ലെങ്കിൽ ഞാൻ വഫാത്തായതിന്റെ ശേഷം നിങ്ങൾക്ക് എന്നോട് എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനോട് ഏതെങ്കിലും ഒരു സ്വഹാബി ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലേ എനിക്ക് പുറത്തു തരണേ, അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകൾ എനിക്ക് മാപ്പ് നൽകണമേ, ഞാൻ ഒരുപാട് തെറ്റുകൾ അള്ളാഹിനോട് ചെയ്തു പോയി, അതെനിക്ക് മാപ്പ് നൽകണമേ, അള്ളാഹുവിന്റെ റസൂലിനോട് എനിക്ക് ഹിദായത്ത് നൽകണമേ, എന്നെ ഹിദായത്തിലേക്ക് ചേർക്കണമേ, എനിക്ക് സ്വർഗം നൽകണമേ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് ഏതെങ്കിലും ഒരു സ്വഹാബി ചോദിച്ചതായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. തീർച്ചയായും നമുക്കിത് പ്രയോജനപ്പെടണം. എന്താണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ എന്ന് ഇവിടെ വെച്ച് വേർതിരിയണം. അഥവാ ഈ മരിച്ചുപോയ മഹാത്മാവിനോട് ചെന്ന് ചോദിക്കുമ്പോൾ ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹ് എന്നെ സഹായിക്കണേ എന്നാണോ ഈ ചോദ്യകർത്താവ് പറയുന്നത്? അല്ലെങ്കിൽ ആ മഹാൻ നമുക്ക് വേണ്ടി അള്ളാഹിനോട് ശുപാർശ ചെയ്യും, അങ്ങനെ ശുപാർശ ചെയ്തുകൊണ്ട് നമുക്ക് തരും, അള്ളാഹ് തരും എന്നാണോ ആ ചോദിക്കുന്നതിന്റെ അർത്ഥം? അതല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന അതേ കാര്യം ആ മഹാൻ തന്നെ നമുക്ക് തരും എന്നാണോ ഞാൻ ചോദിക്കുന്നതിന്റെ അർത്ഥം? ഇതൊക്കെ ഒന്ന് വേർതിരിയണം. അതാണെങ്കിൽ നമുക്ക് ആ വിഷയ സംബന്ധമായിട്ട് ഒരു ചർച്ച നമുക്ക് വേറെ വയ്ക്കാം. അതല്ല, ഇവിടെ ഇപ്പോൾ അത് സമ്മതിക്കുകയാണെങ്കിൽ അവരോട് ചോദിക്കുന്ന ഏത് കാര്യവും ചോദിക്കാമെന്ന് തന്നെയാണ് സമ്മതിക്കുന്നതെങ്കിൽ അതും ഇവിടെ വീഡിയോ പിടിക്കുന്നുണ്ട്. അത് സമുദായത്തെ ഒന്ന് അറിയിക്കണം. ഈ സമുദായത്തിലെ ഭൂരിപക്ഷ വിഭാഗം വാദിക്കുന്നത് എങ്ങനെയാണെന്ന് റഷീദ് ഏലംകുളവുമായുള്ള അവിടെ വീട്ടിൽ വെച്ച് നടത്തിയ ചർച്ചയില് അവർ തുറന്ന് സമ്മതിക്കുകയുണ്ടായി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മഹാത്മാക്കളോട് ചോദിക്കാം. അഥവാ ഏതെങ്കിലും കബറിൽ കിടക്കുന്ന മഹാത്മാവെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ തീരത്ത് ചെന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമെന്ന് റഷീദ് ഏലംകുളം അല്ല പറഞ്ഞത്, കൂടെ വന്ന ജഅഫർ ഇപ്പോഴും അത് CD-യിൽ ഉണ്ട് എന്നത് പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചോദിക്കാമെന്ന് തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമെന്ന്. അഥവാ പല മുസ്ലിയാക്കന്മാരും എഴുതി വിട്ടിട്ടുണ്ട്, സുന്നികൾ കബറുകൾ പോകുന്നത് ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ഖബറാളിയോട് പ്രാർത്ഥിക്കാനും കൂടിയാണ് എന്ന് എഴുതി വിട്ടിട്ടുണ്ട്. അത് മറുപക്ഷം സമ്മതിക്കുന്നുണ്ടോ?
അഥവാ ഈ സംസ്ഥാന കേരള ജമീയത്തുൽ ഉലമയിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് അത് എഴുതി വിട്ടിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ, അതോ നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? അതൊക്കെ ഇവിടെ ഈ ചോദ്യ വേളയിൽ നമുക്ക് വ്യക്തമാകണം. സഹോദരന്മാരെ, നാം എല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടെന്നാൽ ഈ സമുദായത്തെ ഒരു കടുത്ത വലാലത്തിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അള്ളാഹു പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് വന്നത് അവർ മനുഷ്യനെ സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവിലേക്ക് തിരിച്ചുവിടാനാണ്. അതേസമയം ഇവിടെ ഈ ഇന്നത്തെ സമുദായത്തിലെ ഭൂരിപക്ഷ വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയാണ്. അഥവാ പ്രാർത്ഥനകളും യാചനകളും അഭ്യർത്ഥനകളും എല്ലാം തന്നെ അത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ മറ്റുള്ളവരോടും ചോദിക്കാമെന്ന് മാത്രമല്ല, അള്ളാഹിനോട് ചോദിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മറ്റുള്ളവരിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന് കണ്ടാൽ ഈ മനുഷ്യരൊക്കെ അങ്ങനെയല്ലേ ചോദിക്കാൻ മുതിരുകയുള്ളൂ. അതുകൊണ്ട് നാം ഇവിടെ വ്യക്തമായി ഒരു തീരുമാനത്തിൽ, മനസ്സിൽ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് ഈ വേള നമുക്ക് സാധ്യമാകണം. അതിനുള്ള തൗഫീഖ് നമുക്ക് ലഭിക്കണം. റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ നിമിഷങ്ങളും നാം തള്ളി നീക്കേണ്ടത്. ചോദ്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ എന്റെ പ്രസംഗത്തിലെ പരാമർശ വിഷയമാണ് ചോദ്യം. ആ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് ഈ പരാമർശത്തിൽ ഞങ്ങൾക്ക് ഇന്ന സംശയമുണ്ട് എന്നോട് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ മറുപടി പറയുന്നതാണ്. ഈ ആമുഖമായി പറയുന്ന വിഷയത്തിൽ ഞാൻ ഇനിയും ഒരുപാട് വാരി വലിച്ച് ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇൻഷാ അല്ലാഹ് ചോദ്യവേളയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇനി പറയാമല്ലോ. അതുകൊണ്ട് അല്പം സമയം വൈകിയാണല്ലോ തുടങ്ങിയത് തന്നെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ലഭിക്കണം. അതുകൊണ്ട് ഞാൻ വിഷയം ഇവിടെ ആമുഖം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഏറെക്കുറെ എന്തിനാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് എന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബ് നല്ല ഉദ്ദേശത്തിലേക്ക് നമ്മെ എല്ലാവരെയും നയിക്കുമാറാകട്ടെ. നല്ല ഉദ്ദേശത്തിലേക്ക് അള്ളാഹു നമ്മെ നയിക്കുകയും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ച് തരികയും ചെയ്യുമാറാകട്ടെ. സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ സത്യം ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ സുന്നിപക്ഷ മധ്യസ്ഥൻ വ്യവസ്ഥ ലംഘിച്ചു എന്നൊരു പ്രയോഗമുണ്ടായിരുന്നു. ലബ്ബ മൗലവിയുടെ തെറ്റിദ്ധാരണയിൽ നിന്ന് ഉത്ഭൂതമായ ഒരു വിഷയമാണത്. ഇവിടെ വ്യവസ്ഥ എഴുതിയതിൽ സുന്നിപക്ഷ പണ്ഡിതന്മാർ എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷത്ത് സുന്നി പണ്ഡിതന്മാരും മറുപക്ഷത്ത് മുജാഹിദ് ആശയം ഉൾക്കൊള്ളുന്ന ആളുകളുമാണ് ഉള്ളത്. വ്യവസ്ഥ ചർച്ച ചെയ്തിരുന്ന സമയത്ത് സംഘടനകൾ തമ്മിലുള്ള സംവാദമല്ല എന്ന് വ്യക്തമായി പറഞ്ഞതുകൊണ്ടാണ് മുജാഹിദ് പക്ഷം എന്ന് പറഞ്ഞത്. അല്ലാതെ നമുക്ക് KNM എന്നും SYS എന്നും SSF എന്നൊക്കെ പറയാമായിരുന്നു. അത് ആ തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായതാണ്. ആശയപരമായി അങ്ങനെയുള്ള രണ്ട് പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് എന്നാണ് ഉദ്ദേശിച്ചത്. തെറ്റിദ്ധാരണ വന്നുപോയതിൽ ഖേദം, എൻ്റെ സംസാരം കാരണം വന്നുപോയതിൽ ഖേദം ചോദിക്കുന്നു. ഇവിടെ അടുത്ത് അഞ്ച് മിനിറ്റ് നേരം വ്യവസ്ഥയിലുള്ളതുപോലെ തന്നെ വായിക്കുകയാണ്. ശേഷം 5 മിനിറ്റ് ചോദ്യകർത്താക്കളിൽ നിന്ന് വിശദീകരണം നൽകാനുള്ള അവസരം നൽകുകയാണ്. അത് ആ സുന്നിപക്ഷത്തുള്ള ചോദ്യകർത്താക്കളിൽ നിന്ന് ആരാണോ തീരുമാനിക്കപ്പെട്ടത് അവർക്ക് 5 മിനിറ്റ് സംസാരിക്കാവുന്നതാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. സദഖല്ലാഹു മൗലാനൽ അദീം. ആദരണീയരായ പണ്ഡിതന്മാർ, സുഹൃത്തുക്കൾ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ചർച്ച 2 ലോകത്തും ഉപകരിക്കുന്ന ചർച്ചയായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് പറയാനുള്ളത് വളരെ പെട്ടെന്ന് പറയുകയാണ്. നൂറുദ്ദീൻ ലബ്ബാദാരിമി എന്ന മനുഷ്യനെ
ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്വന്തം മാസികയായ ഈ ഇസ്ലാഹിൽ നിന്നാണ്. ഇതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ലബ്ബാദാരിമി കടന്നു വന്നു എന്നും അദ്ദേഹം സത്യപ്രസ്ഥാനത്തിലെത്തിയെന്നും അദ്ദേഹം സന്തുഷ്ടനാണ് എന്നും വളരെ വിഖ്യാതമായി തന്നെ ഇതിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ 14/10 ഇവിടെ തോട്ടുമുഖത്ത് നടത്തിയ പ്രസംഗം ലബ്ബാദാരിമിയെ കൊണ്ട് പ്രസംഗിപ്പിച്ചത് മുജാഹിദുകൾ അവരെ മണ്ഡലം സമ്മേളനത്തിന്റെ പ്രചരണത്തിനാണ്. സംവാദവും ചർച്ചയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഫലം കാണുമെന്ന് ഞങ്ങൾ പണ്ടേ പറയാറുണ്ട്. അതാണിപ്പോൾ സംഭവിച്ചത്. ഏതായാലും ഞാനൊരു ഉറച്ച മുജാഹിദാണ് എന്ന് പറയുന്നതിൽ നമ്മുടെ മൗലവിക്ക് എന്തോ ഒരു പ്രയാസമുണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോവുകയാണ്. ആവട്ടെ, ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു പ്രയാസത്തിന് ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ സ്ഥലമുണ്ട്, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് എന്നെ മടങ്ങിപ്പോകണം. അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ മൂപ്പര് എന്താണ് പറയേണ്ടത് എന്ന് തന്നെ മറന്നുപോയി. ഇൻഷാ അല്ലാഹ് നമ്മൾ ചോദ്യം അങ്ങനെ തന്നെ വരും. തോട്ടുമുഖത്തുകാർക്ക് വേണ്ടിയാണ് അവരുടെ പ്രദേശത്ത് വന്ന് അവർ പ്രസംഗിച്ച വിഷയം അത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കും, അതിൽ യാതൊരു തർക്കമില്ല. പിന്നെ ഇവിടെ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അതുപോലെ തന്നെ റഷീദ് സഖാഫിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. ശരി, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ തന്നെ അത് ചർച്ച ചെയ്ത് തീർക്കാവുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, അതൊക്കെ വളരെ വ്യക്തമാണ്. എൻ്റെ സാധാരണക്കാരായ ജനങ്ങളോട് ഞാൻ പറയുന്നു, മുജാഹിദുകൾ അത് എവിടെ പ്രസംഗിച്ചാലും ഏത് വാദപ്രതിവാദം നടത്തിയാലും എല്ലാ സ്ഥലത്തും ശക്തമായ വഞ്ചനയും തട്ടിപ്പും മാത്രമാണ് നടത്തുക. നോക്കൂ നിങ്ങൾ, ഞാനൊരു ഉദാഹരണം പറയാം. കള്ള് കുടിക്കാൻ പാടില്ല എന്നിപ്പോൾ എല്ലാവർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണല്ലോ. എല്ലാവരും അങ്ങേരിക്കും കള്ള് കുടിക്കാൻ പാടില്ല, അതൊരു സത്യമാണ്. പക്ഷെ എന്താണ് കള്ള്? അതും എല്ലാവർക്കും അറിയാം. കള്ള് എന്ന് പറഞ്ഞാൽ എന്താണ്, പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇടക്കാലത്ത് ഒരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, എല്ലാ മധുരമുള്ള വെള്ളത്തിനും പറയുന്ന പേരാണ് കള്ള്. അത് അദ്ദേഹത്തിന്റെ വകയിൽ സ്വന്തമായി ഒരു നിർവചനമുണ്ടാക്കി. എല്ലാ മധുരമുള്ള വെള്ളത്തിനും എന്ത് പറയും? കള്ള് എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ എന്തുണ്ടായിന്നറിയോ? ഈ നിർവചനം പറഞ്ഞ് അയാൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഒരു ഹോട്ടലിൽ ഒരു സാധു മനുഷ്യൻ ചായ കുടിക്കുന്നു. അയാൾ ചായയാണ് കുടിക്കുന്നത്, കള്ളല്ല. അപ്പോഴതാ അയാളെ മുമ്പിലെത്തി, മോനെ, കള്ള് കുടിക്കാൻ പാടില്ലെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. തീനത്തുൽ ഖബാലാണ് കുടിപ്പിക്കപ്പെടുക, ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ആയത്തുകൾ അങ്ങ് ഓതിയിട്ട് മോനെ കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞു. ഇയാൾ കള്ളാണോ കുടിക്കുന്നത്? ഇയാൾ കള്ളാണോ കുടിക്കുന്നത്? അല്ല, ചായയാണ് കുടിക്കുന്നത്. അപ്പൊ കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാ പുത്തൻവാദികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചായ കുടിക്കുന്നവനോട് കള്ള് കുടിക്കരുത് എന്ന് ആയത്തോതുന്നത് പോലെ ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയാൻ. ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, ഞങ്ങളുടെ ഓരോ രോമങ്ങളും ഞങ്ങൾക്ക് തന്ന റബ്ബ്, ആ റബ്ബിനെയല്ലാതെ ഞങ്ങളുടെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം ആ റബ്ബിനെയല്ലാതെ ആരാധിക്കാനോ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന അല്ലാഹുവോട് അല്ലാത്തവരോട് സമർപ്പിക്കാനോ ഞങ്ങൾ തയ്യാറല്ല. അത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങൾ അടിയുറച്ചു പറയുന്ന കാര്യമാണ്. അതിലാർക്കാ തർക്കം? പിന്നെ ഓരോ ആളുകളോട് ഓരോന്ന് ചോദിക്കുമ്പോൾ അതിന്റെ സന്ദർഭത്തിനനുസരിച്ച് അത് മനസ്സിലാക്കും. ഉദാഹരണം പറയാം. ഈ മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരന്റെ വിവരം പോലുമില്ല. ഇപ്പോ ഒരു മുഖ്യമന്ത്രിയോട് എന്നിട്ട് ഒരാൾ പറഞ്ഞു, എനിക്ക് വീട് വേണം. അതിന്റെ അർത്ഥം എന്താ? മുഖ്യമന്ത്രി ഇറങ്ങി വന്ന് അയാൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു വീടിന്റെ പണി തുടങ്ങണം എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അയാളത് പാസ്സാക്കി തരണം എന്നാണ് അതിന്റെ അർത്ഥം. ഓരോരുത്തരോട് പറയുമ്പോൾ അതിനനുസരിച്ച് അർത്ഥം ഉണ്ടാവും. അപ്പൊ സ്വർഗം വേണമെന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു നേരിട്ട് സ്വർഗം കൊടുക്കണം എന്നാണ്. അതേസമയത്ത് നബിതങ്ങളോട് ഒരാൾ പറയാണ്, എനിക്ക് നിങ്ങളൊന്ന് സ്വർഗം വാങ്ങിത്തരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനെ പോലെ നിങ്ങൾ സ്വർഗം തരണമെന്നല്ല. അങ്ങനെ ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. അതേസമയത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ സ്ഥാനമുള്ള ആളാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം, നിങ്ങളൊന്ന് ശുപാർശ ചെയ്യണം, നിങ്ങളൊന്ന് ശഫാഅത്ത് ചെയ്യണം. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് സാധുക്കളായ ഞങ്ങൾക്ക് സ്വർഗത്തിലെത്താനുള്ള ഒരു ചാൻസ് നിങ്ങൾ ഒരുക്കി തരണം. അതും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അതാണ് സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നത്. അതിനെ ശക്തമായി തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ ആടിയ പട്ടിയാക്കുന്ന സ്വഭാവം ഈ മൗലയും അതിൽ കുടുങ്ങിപ്പോയല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. കുറച്ചൊക്കെ പഠിച്ച ആളുകൾ ഇങ്ങനെ കുടുങ്ങാൻ പാടുണ്ടോ? അപ്പൊ പഠിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞുതരാം. നോക്കൂ നിങ്ങൾ. ചോദ്യം ചോദിക്കുന്നതിനായി സുന്നി പക്ഷത്തു നിന്ന് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.
ചോദ്യം ശരിക്കും ശ്രദ്ധിച്ച് മറുപടി അങ്ങ് പറയുക. പ്രസംഗം ഇവിടെ ആവശ്യമില്ല. തോട്ടുമുഖത്ത് പരാമർശിച്ച ഒരു വിഷയമാണ് ചോദിക്കുന്നത്. തോട്ടുമുഖത്തുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞത് മുഴുവനും വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാത്രമാകുന്നു. അതൊന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തെളിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു വച്ചല്ലോ, സ്വർഗം ചോദിക്കുന്ന വിഷയം. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വർഗം ചോദിച്ച സംഭവം വളരെ പ്രസിദ്ധമാണ്. കാരണം റബീഅ തങ്ങൾക്കറിയാം സ്വർഗം ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്. നബി തങ്ങൾ നേരെ കൊടുക്കുമെന്നല്ല, അള്ളാഹു ശുപാർശ ചെയ്ത് അതിനുള്ള ചാൻസ് ഒരുക്കി കൊടുക്കും നബി തങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ എൻ്റെ ഒന്നാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ നിങ്ങളുടെ അടുക്കൽ സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. ഇത് ഇമാം മുസ്ലിം അവിടുത്തെ ഹദീസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഹദീസ്, ഈ ഹദീസിന് മറുപടിയായി തോട്ടുമുഖത്ത് ഈ മൗലവി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഇമാം തൊബ്രാനിയുടെ ഒരു ഇബാറത്ത്, ഒരു ഹദീസ് വായിക്കുന്നുണ്ട്. അസ്അലുക അൻ തദുഅല്ലാഹ ലി, എന്നോട് ദുആ ചെയ്യാനാണ് നബിയെ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ മാത്രമാണ്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് എന്നെ സ്വർഗത്തിലെത്താൻ വേണ്ടി നിങ്ങൾ ദ്വാരിക്കണം എന്ന് മാത്രമേ ബഹുമാനപ്പെട്ട ആ സ്വഹാബി പറഞ്ഞിട്ടുള്ളൂ എന്ന് ദാരിമി തോട്ടുമുഖത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, ആ പറഞ്ഞ ഇമാം തൊബ്രാനിയുടെ ഹദീസ് അതാണല്ലോ ഈ ഹദീസിന് മറുപടിയായി നിങ്ങൾ പറഞ്ഞത്, അത് സ്വഹീഹാണോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. സ്വഹീഹാണെങ്കിൽ ആണെന്ന് പറയുക, ഇല്ലെങ്കിൽ അല്ല എന്ന് പറയുക. സ്വഹീഹാണെങ്കിൽ അതിന്റെ ഉപചോദ്യം, സ്വഹീഹാണെങ്കിൽ ആ തൊബ്രാനി ഇമാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ആ സനദിലെ പരമ്പരയിലെ മുഴുവൻ ആളുകളും യോഗ്യരാണ് എന്ന് ഈ തോട്ടുമുഖത്തുള്ള ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വ്യക്തമാക്കി കൊടുക്കണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്. തോട്ടുമുഖം പ്രസംഗമാണല്ലോ വിഷയം. അതുകൊണ്ട് ചോദ്യം ആവർത്തി. സഹോദരങ്ങളെ, ആദ്യമേ തന്നെ ഇവിടെ മധ്യസ്ഥൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പരാമർശത്തെക്കുറിച്ച്, അതായത് സുന്നി മുജാഹിദ് സംവാദം അല്ല എന്ന് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച്. സുന്നി മുജാഹിദ് സംവാദം സുന്നികളുടെ ഭാഗത്തു നിന്നും മുജാഹിദിന്റെ ഭാഗത്തു നിന്നും വ്യവസ്ഥയിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ല, സുന്നികളുടെ ഭാഗത്തു നിന്ന് മാത്രമേ ഉള്ളൂ, മുജാഹിദ് ഭാഗത്തു നിന്ന് വ്യവസ്ഥയിലില്ല. അതുകൊണ്ടാണ് ഞാൻ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറയാൻ കാരണം. പിന്നെ മുജാഹിദിലേക്ക് ഞാൻ കൂറുമാറിയതിൽ എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നുള്ളതാണ്. അത് സുന്നി മുജാഹിദ് ഒരു ചർച്ച വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അതിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു കൊള്ളാം. പിന്നെ അദ്ദേഹം പറഞ്ഞത് മദ്യം, അതായത് മദ്യം കുടിക്കുന്ന, ചായ കുടിക്കുന്ന ഒരാളോട് നിങ്ങളെന്താണ് മദ്യം കുടിക്കുന്നത്, മദ്യം കുടിക്കരുത് എന്ന് പറയുന്നത് പോലെയാണ് എന്ന്. വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അവർ കുടിക്കുന്നത് ചായയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അവർ കുടിക്കുന്നത് മദ്യമാണ് എന്നവർക്ക് അറിയാതെ പോയതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് മദ്യം തന്നെയാണ്, നിങ്ങളത് കുടിക്കുന്നത് ചായയല്ല എന്ന് പറയാൻ കാരണം. അള്ളാഹു ഖുർആനിൽ ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു എന്നുള്ള ആയത്ത് ഇറക്കിയത് അന്ന് നിലവിലുള്ള ആ മദ്യത്തെക്കുറിച്ച് മാത്രമാണെന്ന് മുസ്ലിം ലോകം തെറ്റിദ്ധരിക്കും എന്നതുകൊണ്ട് തന്നെ ഖംറിന്റെ നിർവചനം എന്താണെന്ന് പിൽക്കാലത്ത് പണ്ഡിതന്മാർ എത്രയോ ഇജ്തിഹാദ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് എന്താണ് മദ്യമെന്ന് കൃത്യമായി നിർവചിച്ചുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള മദ്യങ്ങളെയും നിരോധിക്കുകയുണ്ടായി. തെങ്ങിൻ കള്ള് നിഷിദ്ധമാണെന്ന് ഖുർആനിലില്ല. അപ്പോൾ അതുപോലെ തന്നെ പല മദ്യങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അത്തരം മദ്യങ്ങളൊക്കെ നിഷിദ്ധമാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഖിയാസിയായ ആ പ്രമാണം കൊണ്ട് തന്നെയാണ്. ഖുർആൻ ഒരു മദ്യത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കുടിക്കുന്നത് മദ്യം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് നൽകാനാണ് സഹോദരന്മാരെ. പിന്നെ ഞാൻ ഉദ്ധരിച്ച ഹദീസ്, തൊബറാനി ഇങ്ങനൊരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. തൊബറാനിയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആ ഹദീസിൽ ഇതിന് സമാനമായ ആശയമാണുള്ളത്. മാത്രവുമല്ല ഹാഫിദ് മുന്തിരി ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിന്റെ മുഖ്തസറായ ഭാഗമാണ് മുസ്ലിമിൽ ഉള്ളത് എന്ന് പറയുകയും ആ മുസ്ലിമിൽ ഉള്ള ആ ലഫ്ളുകൾ ഉച്ചരിച്ചുകൊണ്ട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ആ ഹദീസിന്റെ ഭാഗം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊബറാനിയുടെ ആ ഹദീസ് നിഷേധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളത് അംഗീകരിക്കും. നിങ്ങളത് നിഷേധിക്കുകയാണെങ്കിൽ നിഷേധിക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്,
എന്നാൽ ഇവിടെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നതിൽ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു എന്ന് എവിടെയാണുള്ളത്? അസ്അലുക്കൽ ജന്ന എന്ന് ചോദിക്കണം, അങ്ങയോട് സ്വർഗം ചോദിക്കുന്നു. ഇവിടെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആ മുറാഫഖത്ത്? മുറാഫഖത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വർഗം എന്നാണോ? അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആകപ്പാടെ ഉരുണ്ട് കളിക്കുകയാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ഇതാ ശ്രോതാക്കളായ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ ചോദിക്കണം. ഞാൻ പറഞ്ഞു എന്റെ പ്രസംഗ വിഷയത്തിലെ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് ഇതാ ഈ പരാമർശത്തിൽ ഞങ്ങൾക്ക് ഇന്ന സംശയമുണ്ട് എന്ന് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ചോദിച്ചത് ഒരു കൊട്ടക്കമ്പതിയാണ്, അഥവാ ഞാൻ ഇങ്ങനെ ഹദീസ് ഉദ്ധരിച്ചു എന്ന്. പക്ഷെ ആ ഹദീസ് ഉദ്ധരിച്ചതിന്റെ ശൈലിയോ രീതിയോ ഒന്നും തന്നെ പരിഗണിക്കാതെ അദ്ദേഹം ആ ഹദീസ് അങ്ങ് നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ഹദീസ് നിങ്ങൾ നിഷേധിച്ചിരിക്കുന്നു, ഹാഫിദ് മുൻനിരി പച്ചക്കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ ഇവിടെ വച്ച് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് ഒരിക്കലും ഇനി ആ ഹദീസിന് അംഗീകാരമില്ല. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസിൽ അസ്അലുക്കൽ ജന്ന എന്നാണ് അർത്ഥമെന്ന് ലോകത്ത് ഏതെങ്കിലും ഹദീസ് പണ്ഡിതന്മാർ അല്ലെങ്കിൽ മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചതായി ഒന്ന് കാണിക്കാമോ? അസ്അലുക്കൽ ജന്ന എന്നതാണ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നതിന്റെ അർത്ഥം എന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമെങ്കിൽ അത് പറഞ്ഞാൽ വളരെ ഉപകാരമാണ്. നമുക്കൊക്കെ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമല്ലോ. അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർഗം തരണം, എനിക്ക് സ്വർഗം തരണം എന്ന് നമുക്ക് ചോദിക്കാലോ. മാത്രവുമല്ല അങ്ങനെ റസൂലുള്ളാഹി ചോദിക്കലാണ്. മദ്യമാണോ ചായയാണോ എന്ന് ഇൻഷാ അല്ലാഹ് ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് നമ്മൾ കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളെ ഒരു വിശദീകരണവും കേൾക്കണ്ട. നിങ്ങൾ ഈ തോട്ടുമുഖത്ത് വന്ന് ഒരു ഹദീസ് ഉദ്ധരിച്ചപ്പോ അതിന്റെ സ്വഹീഹാണോ ദഈഫാണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞോ? ഇല്ല. എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസിനെ വിശദീകരിക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ധരിച്ച തൊബറാനിയുടെ ഹദീസ്, ആ ഹദീസിന്റെ പരമ്പര സ്വഹീഹാണോ അല്ലേ? വ്യവസ്ഥ ഒന്ന് വായിക്കണം. നിങ്ങൾ വ്യവസ്ഥ ഒന്ന് വായിക്കണം. എന്താ വ്യവസ്ഥയിലുള്ളത്? പ്രമാണങ്ങൾ. എന്താ പ്രമാണം? സ്വഹീഹായ ഹദീസ്. സ്വഹീഹായ ഹദീസേ പറയാവൂ. ഞാൻ ചോദിക്കുന്നു, ഇത് സ്വഹീഹാണോ? സ്വഹീഹാണെങ്കിൽ ഈ മൗലവി ആൺകുട്ടിയാണെങ്കിൽ അത് തൊബറാനി ബാബ് മുതൽ അല്ലാഹുവിന്റെ റസൂൽ വരെയുള്ള ആ പരമ്പര ഒന്ന് വായിച്ചു തരണം. മുറാഫഖത്തിൻ ഫിൽ ജന്നയൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ജന്ന എന്നാണോ ചോദിച്ചത്? അത് വിഷയത്തിൽ നിന്ന് തടിയുരാനുള്ള തട്ടിപ്പ്. അത് ഞങ്ങളോട് ചോദ്യം വരുമ്പോൾ ഞങ്ങൾ പഠിപ്പിക്കും. ഇപ്പൊ ഞങ്ങളെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം അത് ആവർത്തിക്കുന്നു. ഈ ഹദീസ് അസ്അലുക എന്നതിന് മറുപടിയായി തോട്ടുമുഖത്ത് തന്നെ നിങ്ങൾ പ്രസംഗിച്ചത് കേസറ്റ് ഞങ്ങളെ കയ്യിലുണ്ട്. ഇമാം തൊബ്രാനിയുടെ ഹദീസിൽ ഇങ്ങനെയുണ്ട്, അസ്അലുക അൻ തദഉ അല്ലാഹ്, അതുകൊണ്ട് നബിയോട് ദുആർക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. ഞങ്ങൾ പറയുന്നു ആ വിശദീകരണം ശരിയാണ് എന്ന് വരണമെങ്കിൽ ആ ഹദീസ് സ്വഹീഹാണെന്ന് വരണം. ഞാൻ ചോദിക്കുന്നു, ആ ഹദീസ് സ്വഹീഹാണോ? സ്വഹീഹാണ് എന്ന് അഭിപ്രായമുണ്ടെങ്കിൽ ഹാഫിദുൽ മുൻദിരി പച്ചക്കള്ളം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു. എവിടെയാ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ശ്രോതാക്കൾ ദയവ് ചെയ്ത് ഒച്ച ഉണ്ടാക്കരുത്. ഇരുന്നാൽ മാത്രമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സംവാദം തുടരണമെന്നും ഇത് നന്നായി അവസാനിപ്പിക്കണം എന്നും ആഗ്രഹമുള്ള ആളുകൾ അത് ഭംഗിയായി ഇരിക്കുകയും ഇത് കേൾക്കുകയും ചെയ്യുക. തക്ബീർ ചെല്ലലൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതിൻ്റെ സമയത്ത് നിശബ്ദമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആവർത്തിച്ചാൽ മതിയാവും. ഇപ്പോൾ ദയവ് ചെയ്ത് ശബ്ദമുണ്ടാക്കി ഈ സദസ്സ് അലങ്കോലപ്പെടുത്തരുത്. തോട്ടുമുഖത്ത് ഞാൻ ഉദ്ധരിച്ച ഹദീസ് ഞാൻ പറയാം. ഇതാ, അൻ റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖാല കുന്തു അഖ്ദമു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാരി. അങ്ങനെ അദ്ദേഹം അങ്ങ് പറഞ്ഞു വന്നിട്ട് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, പറഞ്ഞു, യാ റബീഅനോട്, യാ റബീഅ സൽനി, എന്നോട് ചോദിക്ക്, ഫഉതിയക, ഞാൻ തരാമെന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു, അൻദിർനി ഹത്താ അൻദുറ, ഞാനൊന്ന് ആലോചിക്കട്ടെ നബിയെ. വതവക്കർതു അന്ന ദുനിയ ഫാനിയത്തുൻ മുഖത്തിഅത്തുൻ, ഞാൻ ആലോചിച്ചപ്പോൾ ദുനിയാവും തീർന്നു പോകുന്നതും നശിച്ചു പോകുന്നതുമാണല്ലോ. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസ്അലുക അൻ തദ്ഉ അല്ലാഹ അൻ യുനജ്ജിയനി മിനൻ നാർ,
ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണ്, എന്നെ രക്ഷപ്പെടുത്തണം മിനന്നാരി, നരകത്തിൽ നിന്ന്, വയുദ്ഖിലനി അൽ ജന്ന, എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാനും അങ്ങ് ദുആ ചെയ്യണം. ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദത പാലിച്ചു പോയി, ഒന്നും മിണ്ടിയില്ല. സുമ്മ ഖാല, പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമറക ബിഹാദാ, ആരാണ് ഇത് ചോദിക്കാൻ നിന്നോട് കൽപ്പിച്ചത്? ഖുൽതു, ഞാൻ പറഞ്ഞു, മാ അമറനി ബിഹി അഹദുൻ, ഒരാളും എന്നോട് കൽപ്പിച്ചിട്ടല്ല നബിയെ. വലാകിൻ അലിംതു അന്ന ദുനിയ മുഖഫിയത്തുൻ ഫാനിയത്തുൻ, എങ്കിലും ഞാൻ മനസ്സിലാക്കി ദുനിയാവ് മുറിഞ്ഞു പോകുന്നതാണല്ലോ. വ അന്തമിന മിനല്ലാഹി ബിൽ മക്കാനില്ലദി അന്ത മിൻഹു, അങ്ങ് ഉന്നതമായ സ്ഥാനത്തുമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഫഅഹബബ്തു അൻ തദ്ഉല്ലാഹ ലീ, അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് ദുആ ചെയ്യാൻ വേണ്ടി ഞാൻ ഇഷ്ടപ്പെട്ടു, ആഗ്രഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ഇന്നി ഫായിലുൻ, ഞാൻ അങ്ങനെ ചെയ്യാം, അഥവാ ദുആ ചെയ്യാം. പക്ഷേ ഫഅഇന്നി അലാ നഫ്സിക, നീ താങ്കൾ എന്നെ സഹായിക്കണം, ബികസറത്തി സുജൂദ്, ധാരാളം സുജൂദ് ചെയ്തുകൊണ്ട് എന്നെ സഹായിക്കണം റബീഅ എന്നാണ് ആ ഹദീസ്. റവാഹു തബറാനിയു, ഈ ഹദീസ് തബറാൻ റിപ്പോർട്ട് ചെയ്താണ് ഫിൽ കബീറിൽ മിൻ റിവായത്ത് ഇബ്നു ഇസ്ഹാഖ് വല്ലഫ്ളു ലഹു വറവാഹു, ഈ ഹദീസിനെ ഉദ്ധരിച്ചിട്ടുണ്ട് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട് മുഖ്തസറൻ, ചുരുങ്ങിയ രൂപത്തിൽ, മുഖ്തസറൻ ചുരുങ്ങിയ രൂപത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വലഫ്ളു മുസ്ലിമിൻ, മുസ്ലിമിന്റെ ലഫ്ള് എന്താണ്? ഈ പറഞ്ഞതുപോലെ കുന്തു ബിന്ദു മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞിട്ട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ആ ഹദീസ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചിട്ടില്ല, സ്വർഗം ചോദിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനോട് ദുആ ചെയ്യാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലും അസ്അലുക്കൽ ജന്ന, അള്ളാഹുവിന്റെ റസൂലെ അങ്ങയോട് സ്വർഗം ചോദിക്കുന്നു എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ആ ഹദീസിൽ സ്വർഗം ചോദിക്കാൻ തെളിവല്ല, ഒരൊറ്റ ആയത്തിലും തെളിവല്ല. ഖുർആനിൽ അല്ലാഹു തആല ഒരൊറ്റ ആയത്തിലും അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണ അവസാനിപ്പിക്കണം. എനിക്ക് വിശദീകരിക്കുകയാണല്ലോ എന്റെ ബാധ്യത. നിങ്ങൾ ചോദിക്കുക, ഞാനത് വിശദീകരിക്കുക. എന്താണ് വിശദീകരിക്കേണ്ടത്? എന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു പോയ വിഷയം ഞാൻ വിശദീകരിക്കുക. നാട്ടിൽ ഒരുപാട് ആളുകളൊക്കെ അതിലുണ്ടായിരുന്നു, അവർക്കൊക്കെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപൂർവം ചില ആളുകൾക്ക് അത് മനസ്സിലാകാതെ പോയി. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ഇങ്ങനെയാണല്ലോ. ആദ്യം പറഞ്ഞു ഇസ്തിശ്ഫാ ആണ് എന്ന് പറഞ്ഞു, ഇസ്തിശ്ഫാ ആണ് കേട്ടോ. ഇസ്തിശ്ഫാ ആണെങ്കിൽ അത് സമ്മതിക്ക്, നമുക്കതിന് ചർച്ച വേറെ വയ്ക്കാം. റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്ന് ചോദിക്കുമ്പോ അത് ഇസ്തിശ്ഫാ ആണ് നബിയേ, ഒന്ന് ശഫാഅത്ത് ചെയ്യ്, സ്വർഗം കിട്ടാൻ വേണ്ടി ഞങ്ങൾക്കൊന്ന് ശഫാഅത്ത് ചെയ്യ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഈ പാവങ്ങളായ ആളുകൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇസ്തിശ്ഫാ ആണോ ഈ ചോദിക്കുന്നതിന്റെ അർത്ഥം? എങ്കിൽ ഇസ്തിശ്ഫാ ആണെന്ന് നിങ്ങൾ സമ്മതിക്ക്. ഇസ്തിദ്ആ ആണ്, ഇസ്തിശ്ഫാ ആണെന്ന് നിങ്ങൾ സമ്മതിക്ക്. ഇസ്തിശ്ഫാ അല്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗാസക്ക് തെളിവ് തരീഫ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അഥവാ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ്, എന്റെ ഉസ്താദാണ് അദ്ദേഹം ഇസ്തിഗാസക്ക് തെളിവ് ഇവിടെ തരീഫ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ തരീഫിൽ ഇസ്തിശ്ഫാ വേറെയാണ് പറഞ്ഞിരിക്കുന്നത്. തലബുൽ മഊനത്തി ബിസബബിൽ മുഅ്ജിസത്തി വൽ കറാമത്തി മിനൽ അംബിയാഇ വൽ ഔലിയാഇ എന്നാണ് അദ്ദേഹം ആ നിർവചനത്തിന്റെ ആദ്യ ഭാഗം വിശദീകരിക്കുന്നത്. ആ ആദ്യ ഭാഗം ശരിയല്ല. മഊനത്ത് ഇവിടെ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല, മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ റസൂലുള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല. ചോദിക്കുന്നതിന്റെ അർത്ഥം ഇസ്തിശ്ഫാ ആണ് എങ്കിൽ അതിന്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ഭാഗം വിട്ടുകളാം. ഇസ്മായിൽ ഉസ്താദിന്റെ പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇസ്മായിൽ ഉസ്താദിന്റെ കിതാബിലുള്ള ആ തലബുൽ മഊനത്തി മിനൽ അംബിയാഇ വൽ ഔലിയാഇ ബിസബബിൽ മുഅ്ജിസത്തി വൽ കറാമത്തി, മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ ആ ഭാഗം നിങ്ങൾ നിഷേധിക്ക്. ചൂടായതുകൊണ്ടും കാര്യമില്ല, ബബ്ബ പറഞ്ഞുകൊണ്ടും ആവൂല. സംഗതി എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ വായിച്ചത് തൊബ്രാനി ഇമാമിന്റെ ഹദീസിന്റെ മത്തിനാണ്. ഞാൻ ചോദിച്ചത് മത്തിന് വായിക്കാനല്ല. ഒരു കാര്യം പഠിക്കണം, ഒരു ഹദീസ് അത് തെളിവാവണമെങ്കിൽ, മറ്റൊന്നിനെ വിശദീകരിക്കണമെങ്കിൽ എന്ത് വേണം? അത് തൊബ്രാനിയുടെ മുഅ്ജമിലാണെങ്കിലും അതുപോലെയുള്ള കിതാബിലാണെങ്കിലും അതിന്റെ സനദ് സ്വഹീഹാണെന്ന് തെളിയിക്കണം. ഇതാരാ പറയുന്നത്? ഇബ്നു കസീറിന്റെ അൽ ബായിസാണ് എന്റെ കയ്യിൽ. ഇതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയുന്ന കാര്യമാണ്.
അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, അടുത്ത എഴുന്നേൽക്കുമ്പോ നിങ്ങൾ ഈ മത്തിന് വായിച്ച പോലെ തൊബ്രാനി ഇമാം മുതൽ ഹബീബായി റസൂലുള്ളാഹി വരെയുള്ള ആ സനദ് അതൊന്ന് വായിച്ച് സദസ്സിന് കേൾപ്പിക്കണം. വായിച്ചാ പോരാ, അത് ഓരോരുത്തരും യോഗ്യരാണ് എന്ന് തെളിയിക്കുകയും വേണം. അതാണ് ഈ ആവശ്യപ്പെടുന്നത്. അതിങ്ങോട്ട് വായിച്ചു കൊടുക്കുക. പിന്നെ നെല്ലിക്കുത്ത് ഉസ്താദ് അത് പറഞ്ഞ കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയാണല്ലോ ഇപ്പൊ അബൂലഹബ്, അതുകൊണ്ടൊന്നും സംഗതി ഒന്നും നടക്കൂല. നെല്ലിക്കുത്ത് ഉസ്താദ് എന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ 100% സഫീഹാണ് ഈ മനുഷ്യനാണ്. അത് ഞാൻ പറയുന്നത്. അപ്പൊ ഈ രൂപത്തിലൊന്നും വലുതാവാൻ നോക്കണ്ട, ഞങ്ങൾ ഉസ്താദുമാരിലേക്ക് ചേർക്കും വേണ്ട. അപ്പൊ ഞാൻ പറയുന്നു, ഒന്നും പറയണ്ട, ഇത് നിങ്ങൾ തെളിയിക്കണം. എവിടെയാണ് അതിന്റെ സനത്? ആ സനദിൽ ഏതൊക്കെ ആളുകളാണ് ഉള്ളത്? ഞങ്ങൾ വായിച്ചു കൊടുത്തില്ലേ കുന്നത്തേരിയിൽ, നിങ്ങൾ കേട്ടു നോക്കൂ. അഹ്മദ് ബിൻ ഈസ മുതൽ റസൂലുള്ളാഹി വരെയുള്ള പരമ്പരയിലെ വായിച്ചു കൊടുത്തത്. നിങ്ങളൊരു ആൺകുട്ടിയാണെങ്കിൽ വായിക്ക്. തൊബ്രാനി ഇമാം മുതൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഇല്ല, ഒരു ഹദീസ് തെളിവ് പറയുമ്പോ അത് തെളിയിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ ആ പ്രസ്ഥാനത്ത് നിന്ന് രാജിവെച്ചു പോര്. പിന്നെ എല്ലാവർക്കും അറിയാം, ഈ ബിൽഡിങ്ങിലേക്ക് കയറാൻ ഒരു പാസ് വേണമെന്ന് ഒരാൾ പറഞ്ഞാല് അപ്പൊ വേറൊരുത്തം പറയാ, ഞാൻ ആ ബിൽഡിങ്ങിലേക്കേ ചോദിച്ചിട്ടുള്ളൂ, തോട്ടുമുഖത്ത് എത്താൻ പറഞ്ഞിട്ടില്ല. ഓ മനുഷ്യ, തോട്ടുമുഖത്ത് എത്തിയാലേ ഈ ബിൽഡിങ്ങിൽ കയറാൻ കഴിയൂ എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിൽ എത്തിയാലേ നബിന്റെ കൂടെ ആവാൻ കഴിയുള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയൂലേ? അപ്പൊ ഞാൻ പറയുന്നത് അതൊന്നും അല്ല. നബി സല്ലല്ലാഹു, എന്റെ ചോദ്യം അതൊന്നുമല്ല, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ നബിയോട് ദുആ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് എന്ന് തൊബ്രാനിയിൽ ഉദ്ധരിച്ചു. അത് നിങ്ങൾക്ക് പ്രമാണമാവണമെങ്കിൽ നിങ്ങൾ മത്തിന് വായിച്ചതുപോലെ അതിന്റെ സനദ് വായിക്കണം.